അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. അപ്പോൾ കൃഷിയിൽ താല്പര്യം, ഈ കുരുമുളക് കൃഷിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഷോർട്ട് വീഡിയോ കണ്ടാൽ ഒന്നും ആവില്ല. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഫുൾ വീഡിയോ തന്നെ വേണം. അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിയറ്റ്നാം മോഡൽ എന്നിങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരിങ്ങനെ ചോദിച്ചറിയാറുണ്ട്. ഒക്കെ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള രീതിയാണ് നമ്മളിന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാലിൽ എത്ര തൈ വെക്കണം എന്നൊക്കെ അവർക്ക് അഭിപ്രായമുണ്ട്. പഴയ ആൾക്കാർക്ക്, പഴയ കുരുമുളക് കൃഷിക്കാർക്കൊന്നും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരൊറ്റ തൈ തന്നെ വെച്ചാൽ ധാരാളമായിട്ട് കുരുമുളക് പടർന്നു പിടിക്കുമെന്ന് അവർക്കറിയാം. എന്നാൽ പുതുതലമുറക്ക് ഒരു കാലിൽ 3 എണ്ണം വെക്കണം എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ആ അഭിപ്രായമൊക്കെ തെറ്റാണ് എന്ന് മാത്രമല്ല, പടർന്നു പന്തലിക്കാൻ ഉള്ള വീതി വിസ്താരമൊന്നും ഈ പൈപ്പിനില്ല എന്നും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് ഒരു 4 മാസം പ്രായമായി. നല്ല രീതിയിൽ ഒരു കുരുമുളകിൻ്റെ കാല് പോലെ തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഒരു ചെടി വെച്ച് കൊടുത്താൽ മതി, താനെ 1 വർഷം 2 വർഷം ആകുമ്പോഴേക്കും ഇതിൻ്റെ പരമാവധി പറ്റി പിടിച്ച് കയറും. അതിൻ്റെ ഉദാഹരണത്തിന് നമ്മൾ മറ്റൊരു കാല് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉദാഹരണം. 1.5 വർഷം മുമ്പ് നമ്മളൊരു പൈപ്പ്, ഇതേപോലുള്ളൊരു പൈപ്പ് വെച്ചതാണ്. ഒരേ ഒരു ചെടി മാത്രമാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഒരു പൈപ്പിൽ 2 എണ്ണം 3 എണ്ണമൊക്കെ വെക്കേണ്ടതെന്ന്. അപ്പോൾ 2-3 തൈകളൊക്കെ വെച്ചാൽ എവിടെയാണ് അത് പടർന്നു നിൽക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ചോദിക്കുന്നവർ പറയാനുള്ളത് അതാണ്. ഇതേപോലെ ഒരു തൈ വെച്ചാൽ തന്നെ 1.5 വർഷം കൊണ്ട് അത് അടിയിൽ നിന്നൊക്കെ പൊട്ടി ഈ കാല് ഫുള്ളായിക്കൊണ്ടിരിക്കും ഇതുപോലെ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു പൈപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് 2-3 തൈയൊക്കെ പൈപ്പിൻ്റെ ചുറ്റുഭാഗം വെച്ചൂടെ എന്ന്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ തൈ വെച്ചാൽ മതി എന്നാണ്. എന്നാലും അവർക്കത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അപ്പോൾ അത് ചെയ്ത് കാണുമ്പോഴാണ് പിന്നെ അത് നമുക്ക് വിശ്വാസമായിട്ട് വരിക. നമ്മളെ വീട്ടിൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൈപ്പ് മേടിച്ച് 2 വർഷം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കുരുമുളക് പറിച്ചെടുക്കാൻ വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പലതും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ പകുതി വളർച്ചയെത്തിയ കാലുകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വളർന്ന് കാണുമ്പോൾ തന്നെ ഒരു ചന്തമാണ്. തോട്ടത്തിലിങ്ങനെ കാണുമ്പോൾ തന്നെ തോട്ടത്തിൻ്റെ ഒരു ഭംഗിയാണ് ഇതൊക്കെ. നമ്മളെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ തിരി വന്നിട്ടുള്ള കാലുകളാണ്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ നമ്മൾ ഈ വെച്ച പൈപ്പുകളിലൊക്കെ പടർന്നു കയറുന്ന തൈകൾ ഏതാണ് എന്നൊക്കെ നിങ്ങൾ സംശയമുണ്ടാവും. അപ്പോൾ ഈ തൈകൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക കൗതുകങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണോ ഇപ്പോൾ 4 മാസം കൊണ്ട് ഇത്രയും പടർന്നു കയറിയത് എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ തിരികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. വെക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ ഏറ്റവും തൈകൾ വെക്കാൻ പറ്റിയ സമയം ഈ വർഷം കൂടുന്ന സമയത്താണ്. എന്നാൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വർഷം 3 മാസം ആകുമ്പോഴേക്കും നമ്മൾ തൈകളൊക്കെ കാലിൽ നല്ല രീതിയിൽ പടർന്നു കയറിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പടർന്നു കയറുമ്പോൾ നമ്മൾ പൈപ്പിലേക്കൊന്ന് ചേർത്ത് അണഞ്ഞ് കെട്ടി കൊടുത്താൽ മതി. അത് മാത്രം ചെയ്താൽ മതി. നല്ല രീതിയിൽ നമ്മളെ പറമ്പിൽ എന്ത് വളമാണോ അതൊക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ പടർന്നു വെക്കും. അപ്പോൾ വിയറ്റ്നാം മോഡൽ എന്ന് പറഞ്ഞ് നമുക്കൊരു കുരുമുളകിൻ്റെ പരിചരണമൊന്നുമില്ല. അത് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാ കുരുമുളകിനും നമ്മൾ എന്താ ചെയ്യുന്നോ അതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ അത് പൈപ്പിൽ സിമൻറ്റ് കാലിലിങ്ങനെ നിരനിരയായിട്ട് വെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട്
നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.